ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ആളെ കാണാതായി. മാരായിമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, തെരച്ചിൽ തുടരുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോഴത്തെ? തീർച്ചയായും അജിംഷാദ്, ഏതായാലും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം ആകുന്നു ജോയെ ഈ ഒരു ഭാഗത്ത്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് കാണാതായിട്ട്. ജോയ് ഉൾപ്പെടെ 3 പേരാണ്. അതായത് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആദ്യ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഭാഗമാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ ജോയ് ഉൾപ്പെടെയുള്ള 3 തൊഴിലാളികൾക്ക് റെയിൽവേ കോൺട്രാക്ട് നൽകിയിരുന്നു. അങ്ങനെ അത് പ്രകാരമാണ് ഈ 3 പേർ ഇവിടെ എത്തുകയും 3 തൊഴിലാളികൾ എത്തി ഈ ഭാഗത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്കായി രാവിലെ എത്തിയത്. പക്ഷേ ജോയ് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മാലിന്യങ്ങൾ ജോയ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴുക്ക് ഉണ്ടായി എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. അതിൽ ജോയ് പെട്ടൊരു സാഹചര്യത്തിൽ അവിടെ നിന്നും കയറി വരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ജോയിയെ പെട്ടെന്ന് തന്നെ കാണാതായി എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളി പറയുന്നത്. അങ്ങനെയെങ്കിൽ ജോയ് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യത തന്നെയാണ് ഇവർ പറയുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ അടിയന്തരമായി തന്നെ ഇവിടെ ഫയർഫോഴ്സ് എത്തുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും വെള്ളം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിന്നും മാലിന്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പകുതിയോളം നീക്കം ചെയ്തു. തുടർന്ന് അടിത്തട്ടിലേക്ക് സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തി. ഇവിടെ നിന്നും നേരെ ഇതിൻ്റെ ഈ അടിഭാഗത്തുകൂടി, അതായത് ഇതിൻ്റെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളാണ് പിന്നീട് ഈ ഒഴുകുന്ന ഭാഗത്തുള്ളത്. അപ്പോൾ പ്ലാറ്റ്ഫോമുകൾക്ക് അടിയിലൂടെ ഒരു ടണൽ രൂപേണയാണ് ഈ തോട് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് എത്തുമ്പോൾ, കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് അത് കൂടുതലായി വീണ്ടും ആ തോട് വലിയ രീതിയിലേക്ക് എത്തുന്നത്. ആ ഒരു ഭാഗത്ത് കമ്പി കൊണ്ട് അത് പ്രത്യേകമായി അത് വേർതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവിടെ വരെ ജോയ് എത്താനുള്ളൊരു സാധ്യതയും ഇവർ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ചും ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ എത്തി അവിടെയും പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിയാണ് ഈ ഒരു തെരച്ചിൽ, ജോയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇവിടെ ഇപ്പോഴും ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, ഷീജയാണ് ദൃശ്യങ്ങൾക്കൊപ്പമുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെയാണ് ഒരു തൊഴിലാളിയെ കാണാതായത്. ജോയിയെ കാണാതായിരിക്കുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ തുടരുകയാണ്. ഷീജ, തുടരുമ്പോൾ നോക്കൂ, ഈ ആമയിഴഞ്ചാൻ തോട് ആ അർത്ഥത്തിൽ അതിൻ്റെ നേരത്തെ ഷീജ സൂചിപ്പിച്ചു, ടണൽ വഴി അപ്പുറത്തേക്ക് പോകാനുള്ള ചില സാധ്യതകൾ, അവിടം കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഒഴുക്കിൽപ്പെട്ട് നീണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടോ? എങ്ങനെയാണ് ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒരു ഭൂമിശാസ്ത്രം, മീൻസ് അതിൻ്റെ ഒരു മാപ്പ്? അജിംഷാദ്, ഏതായാലും നമ്മൾക്കിപ്പോൾ കാണുന്ന ഭാഗം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഭാഗമാണെങ്കിൽ ഇതിനടിഭാഗത്ത് കൂടി ഇതിനപ്പുറത്തേക്ക് പവർ ഹൗസ് റോഡ് വരെ എത്തുന്ന ഭാഗത്ത് ടണൽ രൂപേണയാണ് ഈ ഒരു ആമയിഴഞ്ചാൻ തോടിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. ആ ഒഴുക്ക് കഴിയുന്ന ഭാഗത്ത്, അതായത് പവർ ഹൗസ് റോഡിന് അവിടെ എത്തുന്ന ഭാഗത്ത് അതിന് പുറത്തേക്കാണ് ഇതിൻ്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്, ടണൽ രൂപേണ എന്നുള്ളത് മാറുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കമ്പി കൊണ്ട് ഇവർ വേർതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ജോയ് പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം വരെയുള്ളൊരു പരിശോധന ഇവർ നിലവിലിപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ മാലിന്യങ്ങൾ നിറഞ്ഞു കടന്നിരുന്നു എന്നുള്ളത് വലിയ തോതിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമായിരുന്നു. പ്രതികൂലമായ കാലാവസ്ഥയുമാണ്. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ ശക്തമായിട്ടുള്ള മഴ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മഴയ്ക്കൊരല്പം ശമനമായിട്ടുള്ളത്. പക്ഷേ അതുപോലും കൂസാതെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ ഈ ഒരു മാലിന്യം നിറഞ്ഞ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ആദ്യഘട്ടത്തിൽ പകുതിയോളം മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു. ബാക്കിയുള്ള മാലിന്യങ്ങൾ കൂടി നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും ഇപ്പോൾ അവർ നടത്തുന്നുണ്ട്. അതിന് സമാന്തരമായി തന്നെ സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ളവർ അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധന കൂടിയാണ് നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, ആ ദൃശ്യങ്ങളിൽ കാണാം ഷീജ, കാരണം ഈ മാലിന്യം കുന്നുകൂടി ഇരിക്കുന്നതാണ് ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സം. വല ഉപയോഗിച്ച് അതിൻ്റെ ആഴം ഒക്കെ പരിശോധിച്ച് അതിൻ്റെ അടിയിലേക്ക് പോകുന്ന രീതികൾക്കാണ് ഇപ്പോൾ ശ്രമം ഫയർഫോഴ്സിൻ്റെ. ദൃശ്യങ്ങൾ മനസ്സിലാക്കുന്ന അതാണ് ഷീജ.
തീർച്ചയായും അവർ വല കെട്ടി ഇറക്കി അതിൽ നിന്നും മാലിന്യങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തി തന്നെയാണ് നിലവിൽ നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് അതിൽ എവിടെയെങ്കിലും അടിത്തട്ടിൽ ജോയ് കുടുങ്ങിക്കിടക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ ജോയ് അവിടെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കുക, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ആ രീതിയിലുള്ളൊരു പരിശോധന നിലവിലിപ്പോൾ ഇവിടെ ഊർജിതമാക്കിയിരിക്കുന്നത്. അജിംഷാദ്, ഈ 3 പേർ വൃത്തിയാക്കുന്നതിനിടയിൽ ഈ ജോയിയെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നോ? ഈ മഴ കാരണമുള്ള ഒഴുക്ക് നിര കൂടിയതാണോ ഈ ഇത്തരത്തിൽ ഒഴുകിപ്പോകാനും കുടുങ്ങിപ്പോകാനും സാധ്യതയായത്? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങളായി ദൃക്സാക്ഷികൾ പറയുന്നത് ഷീജ? അജിംഷാദ്, ഇവർ 3 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു തൊഴിലാളി, അതായത് ജോയ് മാത്രമാണ് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ജോയ് ഈ ഒരു മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ഭാഗത്ത് നിന്നും വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയത്. ഈ ഒരു ഒഴുക്കിൽ ജോയ് പെട്ടു എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളി നമ്മൾക്ക് നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ ജോയിയോട് മുകളിലേക്ക് കയറുവാനുള്ള ശ്രമം നടത്താനൊക്കെ ഇവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ജോയ്ക്ക് ആ നിലയിൽ മുകളിലേക്ക് കയറുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളി പറയുന്നത്. ഏതായാലും അതേ തുടർന്ന് പിന്നീട് ജോയിയെ വിളിച്ചെങ്കിലും ജോയ് പെട്ടെന്ന് താഴ്ന്നു പോയി എന്നുള്ളതാണ് ഈ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളി പറയുന്നത്. പിന്നീട് ജോയിയെ വിളിച്ചെങ്കിൽ പോലും ജോയി തിരിച്ച് പ്രതികരിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ റെയിൽവേ പോലീസിനെ കാര്യങ്ങൾ അറിയിക്കുകയും ഫയർഫോഴ്സിനെ കാര്യം അറിയിക്കുകയും ഫയർഫോഴ്സ് ഉടനടി തന്നെ ഇവിടേക്ക് എത്തുന്നൊരു സാഹചര്യവും ഉണ്ടായത്. തുടർന്നും ഫയർഫോഴ്സും ആ രീതിയിലുള്ളൊരു തെരച്ചിൽ തന്നെയാണ് നടത്തിയത്. തെരച്ചിൽ തന്നെയാണ് തുടക്കം കുറിച്ചത്. പ്രത്യേകിച്ചും മാലിന്യങ്ങൾ നിറഞ്ഞിരുന്നത് കൊണ്ട് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതുകൊണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ആദ്യം അവർ ചെയ്തത്. തുടർന്നാണ് അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ളൊരു പരിശോധന കൂടി നടത്തിയത്. പക്ഷേ ഇതുവരെയായി നടത്തിയിട്ടുള്ള പരിശോധനയിൽ ജോയിയെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തുകൊണ്ട് അടിത്തട്ടിലേക്ക് കൂടുതൽ പേരെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്താൻ കൂടി ഇപ്പോൾ ഫയർഫോഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഇപ്പോൾ ഷീജ ഈ കാര്യങ്ങൾ വിവരിച്ചതനുസരിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ താമസം എത്തിയിരിക്കുന്നു. കാരണം ഈ തൊഴിലാളികൾ പോയി റെയിൽവേ പോലീസിനോട് പറഞ്ഞു, അവർ പെട്ടെന്ന് ഫയർഫോഴ്സിനെ അറിയിച്ചു, ഫയർഫോഴ്സ് പെട്ടെന്നെത്തി അതിൻ്റെ പ്രവൃത്തികൾ. അപ്പോൾ ഈ സമയം കൊണ്ട് നേരത്തെ കമ്പിവേലി കൊണ്ട് അടച്ച ടണലിനപ്പുറത്തേക്ക് ജോയി പോകാനുള്ള സാധ്യതയുണ്ടോ? ഈ കമ്പിവേലിക്ക് അപ്പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യത ഏതായാലും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കാരണം അതിനപ്പുറത്തേക്ക് ജോയ് പോകാനുള്ളൊരു സാധ്യതയില്ല. കാരണം അവിടെ ആ രീതിയിൽ ഒരു ആൾക്ക് അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. ഒപ്പം തന്നെ മാലിന്യങ്ങൾ നിറഞ്ഞ അവസ്ഥയിൽ കൂടിയാണ്. മാലിന്യങ്ങൾ പോലും അവിടെ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പുറത്തേക്ക് ഈ കമ്പിവേലിക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് ജോയ് പോകാനുള്ളൊരു സാധ്യത അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇല്ല എന്നുള്ളത് അവർക്ക് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ എതിർവശത്തുള്ള ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു തെരച്ചിൽ അവർ ഊർജിതമാക്കി മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ജോയ് പോകാനുള്ളൊരു സാധ്യത ഇല്ലെങ്കിൽ പോലും അതിനപ്പുറത്തും അവർ ആളെ നിർത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും ആ രീതിയിൽ ജോയിയെ കണ്ടെത്തുവാനായി ഇതുവരെയായി സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഏതായാലും സംഭവ സ്ഥലത്തേക്ക് മേയർ ഉൾപ്പെടെയുള്ളവർ ഏതായാലും എത്തിയിട്ടുണ്ട്. ഈ തെരച്ചിലിൻ്റെ ഒരു തെരച്ചിൽ നടത്തുന്ന പ്രദേശത്ത് അവിടേക്കാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ കൂടുതൽ പേർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഈ ഒരു തെരച്ചിൽ അത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അടിത്തട്ടിലേക്ക് സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇറങ്ങിക്കൊണ്ടുള്ളൊരു പരിശോധനയാണ് നിലവിലിപ്പോൾ നടത്തുന്നത്.